വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 11, 27, 28 വാക്യങ്ങൾ. മഹത്തായ ഭാഗ്യം. അവൻ ഇത് അരുൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ദൈവചിത്തം നിവർത്തിക്കാനാവുക എത്തിപ്പിടിക്കാനാകേണ്ട മഹത്തായ ഭാഗ്യം. യേശുവിന്റെ പ്രബോധനങ്ങൾ ശ്രവിക്കുകയും യേശുവിനെ പറ്റിയുള്ള സൽകീർത്തിയെ ചുറ്റിലും പരന്ന് ഇരിക്കുന്നത് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ആയിരിക്കാം യേശുവിന്റെ ശ്രോതാക്കളിൽപ്പെട്ട ഒരു സ്ത്രീ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, ഇത്രയും നല്ലവനായ ഒരു മകനെ വളർത്താനിടവന്ന മാതാവ് എത്രയോ ഭാഗ്യം ചെന്ന് പറയുന്നു. ആ പ്രസ്താവന യേശു ഒട്ടും നിരസിക്കാതെ തന്നെ അതിനോട് യേശുവിൻ്റെതായിട്ടുള്ള മൂല്യബോധത്തിന്റെ പ്രസരണം എന്ന രീതിയിൽ ചിലത് കൂട്ടിച്ചേർക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു കൂട്ടിച്ചേർക്കുന്നു, ദൈവത്തിന്റെ വചനം ശ്രവിക്കുകയും ആ വചനമനുസരിച്ച് സ്വന്തം ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ കൂടുതൽ ഭാഗ്യം ചെയ്തവരാണ് എന്നുള്ളതാണ് യേശുവിന്റെ ആ കൂട്ടിച്ചേർക്കല്. യേശു ഈ തരം തന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ മറ്റൊരവസരത്തിലും വ്യക്തമാക്കിയതായിട്ട് ലൂക്ക തന്നെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. അമ്മ കാണാൻ വന്ന അവസരത്തില് ശ്രോതാക്കളോടായിട്ട് ഇതേ രീതിയിൽ തന്നെ യേശു സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആഴത്തിലുള്ള യേശുവിന്റെ കാഴ്ചപ്പാടാണ് തന്റെ പിതാവിന്റെ ഇഷ്ടം ജീവിതത്തിൽ അനുസരിക്കുക എന്നുള്ളതാണ് കേവലം സൃഷ്ടിയായിട്ടുള്ളൊരു മനുഷ്യന് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ദൗത്യം കൃത്യവും എന്ന് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത്.